ബംഗളൂരു ദുരന്തത്തിന് പിന്നാലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു. അസോസിയേഷൻ സെക്രട്ടറി എ ശങ്കർ, ട്രഷറർ എസ് ജയറാം എന്നിവരാണ് രാജിവെച്ചത്. ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി. ഗൗതം അമരകുഞ്ചമുണ്ട് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. ഗൗതം, വലിയ അപകടമാണ് ഉണ്ടായത്. 11 ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഇപ്പോൾ ഒരു കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്ന പശ്ചാത്തലത്തിൽ അവരുടെ രാജി പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബില്ലിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ 2 പേരുകൾ അല്ലെങ്കിൽ ഉത്തരവാദികളാണെന്ന് ചൂണ്ടിക്കാണിച്ച 2 പേരാണ് ഇപ്പോൾ ഈ രാജിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ ഇവർ പറയുന്നത് ഈ ദുരന്തത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നാണ് ഈ രാജിവെച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നായിരുന്നു തുടക്കം മുതൽ തന്നെ സർക്കാർ ആരോപിച്ചിരുന്നത്. ഇതിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനോ പരിപാടിയിലെ അനുമതി സർക്കാർ നൽകിയിട്ടും അത് കൃത്യമായി പാലിക്കുന്നതിനോ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനോ ക്രിക്കറ്റ് അസോസിയേഷന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാനാകാത്ത തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ഉത്തരവാദിത്തം അതിനകത്ത് ഉണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് പോലീസിന് നിർദ്ദേശവും നൽകിയിരുന്നു. ഒപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കർണാടക സർക്കാർ കടക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇരുവരും ഒളിവിലായിരുന്നു. ഈ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് നിലവിൽ രാജി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ദുരന്തത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നും തങ്ങൾ ഇരുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള ഒരു കുറ്റസമ്മതം എന്ന നിലയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു വീഴ്ച സമ്മതിച്ചുകൊണ്ട് തന്നെ രാജിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രസ്താവന വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, ഇവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ പോലീസ് നടപടികളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ രാജിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം എടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് RCB മാനേജ്മെൻറ്റ് കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർണാടക ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. തങ്ങൾക്കെതിരെ നടക്കുന്നത് നിയമപരമായ നടപടികൾ അല്ല എന്നും അത് പകപോക്കലിന് സമാനമായ ഇടപെടലാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് RCB മാനേജ്മെൻറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും അതിനകത്തും കർണാടക ഹൈക്കോടതി നടത്തുന്ന വിധി പ്രസ്താവം അല്ലെങ്കിൽ നിർദ്ദേശമായ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ നിർണായകമായിരിക്കും. നിലവിൽ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത് ഇവരുടെയും രാജിയാണ്. എ ശങ്കറും അതോടൊപ്പം തന്നെ ES ജയറാമുമാണ് രാജി വെച്ചിരിക്കുന്നത്. ഒരാൾ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റും മറ്റൊരാൾ അതിൻ്റെ ട്രഷററുമാണ്. ഇരുവരുടെയും രാജി അംഗീകരിച്ചതായി കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനിൽ, ഓക്കെ, ശരി, വ്യക്തമാണ്. ഗൗതം അമരകുഞ്ചമാണ് വിവരങ്ങൾ നൽകിയത്.